Good morning, students. Today I am attaching this portion which is already taught earlier. I considered it only as a revision. Okay. Registration of cooperative societies. It is from the second module. Registration. Who is conducting registration? Registrar. It is under section 3.1. Objects of registration is to promote the economic interest of members. Limited liability societies are registered here. Then procedure. The registration വേണ്ടി നമ്മൾ ഫോം നമ്പർ 1-ലാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് കുറേ ഡോക്യുമെൻസും കൂടെ അറ്റാച്ച് ചെയ്യുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ബൈലോസ്, അതായത് പ്രപ്പോസ്ഡ് ബൈലോസ്, അതായത് അപ്രൂവ് ചെയ്യാനായിട്ടുള്ള, അതായത് ആ പുതിയ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന 3 ബൈലോസിൻ്റെ 3 കോപ്പീസ്. പിന്നെ ബാങ്കിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വേണം, അതായത് പ്രപ്പോസ്ഡ് സൊസൈറ്റിയുടെ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അറ്റാച്ച് ചെയ്യണം. ദെൻ ലിസ്റ്റ് ഓഫ് പേഴ്സൺസ് കോൺട്രിബ്യൂട്ടഡ് ടു ഷെയർ ക്യാപിറ്റൽ. all persons who are contributed to the share capital to be attached in this application. Then other documents എന്ന് പറഞ്ഞാൽ ആപ്ലിക്കൻസ്, അതായത് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് സൈൻഡ് ബൈ 25 മെമ്പേഴ്സ് എങ്കിലും ഡിഫറെൻറ്റ് ഫാമിലീസിൽ നിന്നുള്ള 25 മെമ്പേഴ്സ് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് സൈൻ ചെയ്തിരിക്കണം. അപ്പോൾ അത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ്. ദെൻ അതുപോലെ തന്നെ എത്ര പേഴ്സൺസ്, 25 മെമ്പേഴ്സ് എങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ ആപ്ലിക്കേഷൻ അവിടെ ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ഇനി ഇത് അതിൻ്റെ കൂട്ടത്തിൽ അതിൽ തന്നെ ആപ്ലിക്കേഷൻ ഫോമിൽ 5 രൂപയുടെ ഒരു കോഡ് ഫീസ് സ്റ്റാമ്പും കൂടെ മുകളിലായിട്ട് അഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി അത് അത്രയും ഫില്ലാക്കി അത്രയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ആപ്ലിക്കേഷൻ ഫോമും പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻസും കൂടെ നമ്മൾ രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്യും. രജിസ്ട്രാർ എന്ത് ചെയ്യും? ചെന്ന ഉടനെ ഈ ആപ്ലിക്കേഷൻ കിട്ടിയ ഉടനെ തന്നെ രജിസ്റ്റർ ഓഫ് ആപ്ലിക്കേഷൻ, അതായത് ഫോം നമ്പർ 2 എന്ന് പറയുന്ന ഒരു രജിസ്റ്ററുണ്ട്. അപ്പോൾ ആ രജിസ്റ്ററിലേക്ക് അപ്പോൾ തന്നെ ആ പേര് എൻ്റർ ചെയ്യും. അതിനുശേഷം വെരിഫൈ ചെയ്യും, ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യും. അപ്രൂവ് ചെയ്യാവുന്നതാണെങ്കിൽ, ദാറ്റ് മീൻസ് ഇഫ് ഹി സാറ്റിസ്ഫൈഡ് വിത്ത് ദി ഡോക്യുമെൻറ്റ്സ്, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യും. അതുപോലെ തന്നെ ആ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഫോം നമ്പർ 3-ലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ആ ഇഷ്യൂ ചെയ്ത ഫോം നമ്പർ 3 സിഗ്നേച്ചറും ഒഫീഷ്യൽ സീലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സർട്ടിഫൈഡ് കോപ്പീസ് ഓഫ് ബൈലോസ് ഓൾസോ ഇഷ്യൂഡ്, അതായത് പ്രപ്പോസ്ഡ് സൊസൈറ്റിയുടെ ബൈലോസ് സർട്ടിഫൈ ചെയ്തിട്ട്, അതായത് അതും അപ്രൂവ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ്റെ കൂട്ടത്തിൽ ഇഷ്യൂ ചെയ്യും. ഇനി അതുപോലെ തന്നെ ഈ രജിസ്ട്രേഷൻ നടത്തേണ്ടത് വിതിൻ 90 ഡേയ്സിനുള്ളിൽ രജിസ്ട്രേഷൻ നടത്തണം. ആപ്ലിക്കേഷൻ കിട്ടി 19 ഡേയ്സിനുള്ളിൽ അപ്രൂവൽ, അതായത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അത് രജിസ്റ്റേർഡ് നമ്പർ കാണും, ഏത് ഡേറ്റിലാണ് രജിസ്റ്റർ ചെയ്തത്, അതുപോലെ തന്നെ ഒരു കോഡ് അല്ലെങ്കിൽ സിമ്പിൾസ് ഉണ്ടായിരിക്കും അതിൽ. ഇനി ഈ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഫിനാൻസിങ് ബാങ്കിനും സെൻട്രൽ അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റി അല്ലെങ്കിൽ അതുപോലെ തന്നെ CCU, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, അതുപോലെ തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, ഇവർക്കും അതിൻ്റെ കോപ്പി സെൻഡ് ചെയ്ത് കൊടുക്കും. ഇത്രയുമായിരുന്നു നമ്മൾ പഠിച്ച രജിസ്ട്രേഷൻ പ്രൊസീജിയർ. പിന്നെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോർഷനായിരുന്നു അമെൻമെൻറ്റ് ഓഫ് ബൈലോസ്. അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾട്രേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ, അതായത് നമ്മുടെ ബൈലോസിൻ്റെ അതൊരു സൊസൈറ്റിയുടെ ബൈലോസിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓൾട്രേഷൻസ് വരുത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അത് 2 തരത്തിലുള്ള അമെൻമെൻറ്റ്സ് ആണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഫസ്റ്റ് വൺ ഈസ് ജനറൽ ബോഡി അമെൻമെൻറ്റ്, അതായത് വോളണ്ടറി അമെൻമെൻറ്റ്, ദാറ്റ് മീൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇറ്റ്സെൽഫ് മെയ്ഡ് സം അമെൻമെൻറ്റ്സ്. സെക്കൻഡ് വൺ ഈസ് രജിസ്ട്രാർ, that means amendment by registrar, that is called as compulsory amendment. എന്തെങ്കിലും അമെൻമെൻറ്റ്സ് അവിടെ ആവശ്യമാണെന്ന് രജിസ്ട്രാർക്ക് തോന്നുകയാണെങ്കിൽ, രജിസ്ട്രാർ ആ ബൈലോസിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ കമ്പൽസറി അമെൻമെൻറ്റ് എന്നാണ് പറയുന്നത്. ഇത് സെക്ഷൻ 12 ആൻഡ് സെക്ഷൻ 13 റൂൾ 9 ഇത് പറയുന്നത്. വോളണ്ടറി അമെൻമെൻറ്റിൻ്റെ പ്രൊസീജിയർ നമ്മൾ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. അതായത് നമ്മൾ വോളണ്ടറി അമെൻമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ
മാനേജിങ് കമ്മിറ്റിയുടെ മുമ്പിൽ ഇത് പ്രസൻറ്റ് ചെയ്യണം. അതായത് മാനേജിങ് കമ്മിറ്റി എന്നിട്ട് എന്ത് ചെയ്യും, ജനറൽ ബോഡിയുടെ മുമ്പാകെ ഇത് പ്രസൻറ്റ് ചെയ്യും. ജനറൽ ബോഡിയുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തതിന് ശേഷം 2/3 മജോറിറ്റി എങ്കിലും ഇത് അപ്രൂവ് ചെയ്യണം. എങ്കിൽ മാത്രമേ അമെൻമെൻറ്റ് ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി ഈ അപ്രൂവ് ചെയ്തതിന് ശേഷം ഈ അമെൻമെൻറ്റ്സ് ജോയിൻറ്റ് രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കണം. അതായത് 1 മന്തിനകം ജോയിൻറ്റ് രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇത് സൊസൈറ്റിക്കകത്ത് തന്നെ അമെൻമെൻറ്റ്സ്, ബൈലോസിൻ്റെ അകത്ത് അമെൻമെൻറ്റ്സ് ആവശ്യമാണെന്ന് തോന്നുമ്പോൾ ചെയ്യുന്ന കാര്യമാണിത്. അതുകൊണ്ടാണ് അതിനെ വോളണ്ടറി അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജിംഗ് കമ്മിറ്റിയാണ് ഇത് തീരുമാനമെടുക്കുന്നത്. തീരുമാനമെടുത്ത് ജനറൽ ബോഡിയുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യും. ആ പ്രസൻറ്റ് ചെയ്യുമ്പോൾ 2/3 മജോറിറ്റി എങ്കിലും ഇത് ആക്സെപ്റ്റ് ചെയ്തതായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് അപ്രൂവ് ആകത്തുള്ളൂ. ഇനി അപ്രൂവ് ചെയ്തതിന് ശേഷം അത് ജോയിൻറ്റ് രജിസ്ട്രാർക്ക് 1 മാസത്തിനുള്ളിൽ അത് അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ആപ്ലിക്കേഷൻ ഫോമും കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. പിന്നെ ബാങ്കിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതായത് പ്രപ്പോസ്ഡ് സൊസൈറ്റിയുടെ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അറ്റാച്ച് ചെയ്യണം. Then list of persons contributed to share capital. All persons who are contributed to the share capital to be attached in this application. Then other documents എന്ന് പറഞ്ഞാൽ applicants, അതായത് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് സൈൻഡ് ബൈ 25 മെമ്പേഴ്സ് എങ്കിലും ഡിഫറെൻറ്റ് ഫാമിലീസിൽ നിന്നുള്ള 25 മെമ്പേഴ്സ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് കമ്പൽസറി അമെൻമെൻ്റ് ആണ്. അത് സെക്ഷൻ 12-ലാണ് നമ്മൾ കമ്പൽസറി അമെൻമെൻറ്റിനെ കുറിച്ച് പറഞ്ഞത്. അത് രജിസ്ട്രാർ ചെയ്യുന്ന അമെൻമെൻ്റാണ് കമ്പൽസറി അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ഈ അമെൻമെൻറ്റ് നടത്തുന്നത് ഏരിയാസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ കൂട്ടണം, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഓൾട്രേഷൻ ആവശ്യമാണെന്ന് രജിസ്ട്രാർക്ക് തോന്നുകയാണെങ്കിലാണ് കമ്പൽസറി അമെൻമെൻറ്റ് നടത്തുന്നത്. അതല്ല സർവീസസ് കുറച്ച് ഏരിയയും കൂടെ വൈഡ് ആക്കണം എന്ന് രജിസ്ട്രാർക്ക് തോന്നുകയാണെങ്കിൽ രജിസ്ട്രാറാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കമ്പൽസറി അമെൻമെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് റിവിഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് മോഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഏരിയാസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഇന്നത്തെ അസൈൻമെൻറ്റ് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ അകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ട് അസൈൻമെൻറ്റിൻ്റെ അകത്ത്. അപ്പോൾ അത് നോക്കി എല്ലാവരും സബ്മിറ്റ് ചെയ്യുക. താങ്ക് യു.